ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ ഞണ്ട് കറി ഇട്ടാ അടിപൊളി നല്ല ഞണ്ട് കിട്ടി അങ്ങാടി പോയപ്പോൾ അപ്പോൾ നല്ല ഞണ്ടാണ് അപ്പോൾ കുറച്ച് വാങ്ങി അപ്പോൾ ഇവക്ക് ഞണ്ട് ഭയങ്കര കാര്യമാണ് അപ്പോൾ ഞാൻ ഫേവറേറ്റ് ആയ സാധനമാണ് ഞണ്ട് മീനിനേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് ഞണ്ടാണ് നല്ല പോലെ വൃത്തിയാക്കണം നല്ല അത്യാവശ്യം നല്ല ഞണ്ടുകളാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഈ കാലുകളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക പൊന്നുള്ള ഞണ്ടാണെങ്കിൽ അത് പെണ്ണാണെന്നാണ് പൊന്നില്ലാത്ത ഞണ്ടാണെങ്കിൽ കാലുകളൊക്കെ ഇങ്ങനെ എടുക്കുക വലിയ കാലാണ് ഇതും നമ്മൾ ഉപയോഗിക്കും കറിയില് ഇത് വലിയ സൈസുള്ള ഞണ്ടിന്റെ കാലാണ് ഇതൊക്കെ ഇതിന്റെ പുറമെയുള്ള ഇതൊക്കെ അങ്ങോട്ട് ഈ അഴുക്കുകളൊക്കെ ഒഴിവാക്കുക ഒഴിവാക്കിയതിന് ശേഷം ഇത് പൊന്നുള്ള ഞണ്ടാണ് അത് പെണ്ണ ഞണ്ടാണ് കുഞ്ഞൂസിന്റെ കളർഫുള്ളാണ് ബ്ലാക്കും പിന്നെ ഏതാ ഇതിന്റെ കാലൊക്കെ ഈ വലിയ കാലം നമ്മള് കാലിന്റെ ഉള്ളിലൊക്കെ അതിന്റെ നല്ല ഇറച്ചിയുള്ളതാണ് ദശയുണ്ട് അപ്പം ഈ ഞണ്ടിന്റെ ആ വലിയ കാലുകൾ ഉപയോഗിക്കും ചെറുതൊക്കെ ഒഴിവാക്കും ചെറുത് ഞാനൊക്കെ ചെറുതായ സമയത്ത് ഇതൊക്കെ വറുത്ത് കഴിക്കായിരുന്നു കേട്ടോ ഈ ചെറിയ കാലുകളൊക്കെ വറുത്ത് കഴിക്കും നല്ല ടേസ്റ്റാണ് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പുറത്ത് കളയില്ലായിരുന്നു ഇപ്പോൾ അടർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ ഇത് എന്നിട്ട് ഈ പുറമേയുള്ള ഇതൊക്കെ അങ്ങ് എടുത്ത് കളയും അതിൽ കുറേശ്ശെ പൊന്നുണ്ട് അപ്പം ഞണ്ട് കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഒക്കെ റെഡി ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കുക അപ്പോൾ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കണം അപ്പോൾ ചട്ടി ചൂടായതിൻ്റെ എണ്ണ ഒഴിക്കുക അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി ഇനി അല്പം ഉലുവ ചേർക്കട്ടോ പൊടിക്കാത്ത ഉലുവയാണ് ആ ഉലുവ നല്ല മൂത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വലിയ ഉള്ളി ആഡ് ചെയ്യുക ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കേക്ക് ഉള്ളി ആഡ് ചെയ്യാം അപ്പം എന്താ ചെറിയ ചൂടിൽ നല്ലോണം വഴറ്റി വെക്കണം ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയാലും കുഴപ്പമൊന്നുമില്ല ചെറിയ ചൂട് നന്നാക്കി ഇത് വേവിച്ചെടുക്കുക അപ്പം ഞണ്ട് ഇവിടെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം വെള്ളം വാർന്നതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി ഞണ്ട് ഇതാ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ വലിയ ഉള്ളി ഏകദേശം നല്ല പരിവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നല്ലപോലെ മിക്സാക്കുക നമുക്ക് അടി പിടിക്കാതെ നോക്കണ്ട ചെറിയ ചൂട് മാത്രം പറ്റുള്ളൂ ചെറിയ ചൂടിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലോണം ഇതാക്കുക അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇത് നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർക്കട്ടെ 2 തക്കാളി മതി തക്കാളി ആഡ് ചെയ്യുക എന്താണോ മുളക് പൊടി കൂടുതൽ എരിവാണെങ്കിൽ ഞങ്ങൾ കുറച്ച് എരിവ് ഉപയോഗിക്കുള്ളൂ അതുകൊണ്ട് 1 ടീസ്പൂൺ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ എരിവുണ്ട് മല്ലിപ്പൊടി പാകത്തിന് ചേർക്കുക മല്ലിപ്പൊടിയും പാകത്തിന് ചേർക്കുക നല്ലോണം മിക്സാക്കുക എല്ലാം മിക്സാക്കി എടുക്കുക ആ പൊടികളോടൊക്കെ ആ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂടിയെടുത്തൊന്നും അടച്ചു വെക്കുക 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക മല്ലിച്ചപ്പ് പുതിന ചെറിയ 2 തുണ്ടെടുത്താൽ മതി ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, മല്ലിച്ചപ്പ് ചേർക്കാം.
ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കുക. അല്പം വെള്ളം ഒഴിക്കുക. തീ കൂട്ടി വെച്ചെടുത്ത് വെള്ളം ചേർത്ത ശേഷം തീ അല്പം കൂട്ടി വെക്കുക. ഒന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ ഞണ്ട് ഇട്ടെടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സമയം എന്താ ചെയ്യുക, നമുക്ക് നമ്മളെ കഴുകി വെച്ച ഞണ്ട് അത് ഇട്ട് കൊടുക്കുക. എല്ലാം അതിലേക്ക് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ഞണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ആ ചാറുക്ക് മുക്കി വെക്കുക. അപ്പോൾ എന്താ പറയുക, ഞണ്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല ഇങ്ങോട്ട് പിടിക്കുള്ളൂ. ഇനി എന്താ വേണ്ട, ആഡ് ചെയ്തതിനു ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മളെ ഞണ്ട് കറി നല്ല വെന്ത് പരിവായിട്ടുണ്ട് കേട്ടോ. തിളച്ച് നല്ല ഉഷാറായിട്ടുണ്ട്. ഉപ്പ് നോക്കട്ടെ. അപ്പം ഞണ്ട് കറിക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി ഒക്കെ റെഡി ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കുക. അപ്പോൾ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചട്ടി ചൂടായതിൻ്റെ എണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. ഇനി അല്പം ഉലുവ ചേർക്കട്ടോ. പൊടിക്കാത്ത ഉലുവയാണ്. ആ ഉലുവ നല്ല മൂത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വലിയ ഉള്ളി ആഡ് ചെയ്യുക. ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കേക്ക് ഉള്ളി ആഡ് ചെയ്യാം. അപ്പോൾ എന്താ ചെറിയ ചൂടിൽ നല്ലോണം വഴറ്റി എടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ചൂട് നന്നാക്കി ഇത് വേവിച്ചെടുക്കുക. അപ്പം ഞണ്ട് ഇവിടെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം വെള്ളം വാർന്നതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി ഞണ്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ വലിയ ഉള്ളി ഏകദേശം നല്ല പരിവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നല്ലപോലെ മിക്സാക്കുക. നമുക്ക് അടി പിടിക്കാതെ നോക്കണ്ട. ചെറിയ ചൂട് മാത്രം പറ്റുള്ളൂ. ചെറിയ ചൂടിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലോണം ഇതാക്കുക. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇത് നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർക്കട്ടെ. 2 തക്കാളി മതി. തക്കാളി ആഡ് ചെയ്യുക. എന്താണോ മുളക് പൊടി കൂടുതൽ എരിവാണെങ്കിൽ കൂടുതൽ, ഞങ്ങൾ കുറച്ച് എരിവ് ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് 1 ടീസ്പൂൺ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി, പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ എരിവുണ്ട്. മല്ലിപ്പൊടി പാകത്തിന് ചേർക്കുക. മല്ലിപ്പൊടിയും പാകത്തിന് ചേർക്കുക. നല്ലോണം മിക്സാക്കുക. എല്ലാം മിക്സാക്കി എടുക്കുക. ആ പൊടികളോടൊക്കെ ആ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂടിയെടുത്തൊന്നും അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക, വേവിക്കുക. മല്ലിച്ചപ്പ്, പുതിന ചെറിയ 2 തുണ്ടെടുത്താൽ മതി. ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, മല്ലിച്ചപ്പ് ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കുക. അല്പം വെള്ളം ഒഴിക്കുക.
തീ കൂട്ടി വെച്ചെടുത്തു. വെള്ളം ചേർത്ത ശേഷം തീ അല്പം കൂട്ടി വെക്കുക. ഒന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ ഞണ്ട് ഇട്ടെടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ടാ. അപ്പോൾ ഈ സമയം എന്താ ചെയ്യുക, നമുക്ക് നമ്മളെ കഴുകി വെച്ച ഞണ്ട് അത് ഇട്ട് കൊടുക്കുക. എല്ലാം അതിലേക്ക് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ഞണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ആ ചാറുക്ക് മുക്കി വെക്കുക. അപ്പോൾ എന്താ പറയുക, ഞണ്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല ഇങ്ങോട്ട് പിടിക്കും. ഇനി എന്താ വേണ്ട, ആഡ് ചെയ്തതിനു ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ ഞണ്ട് കറി ഇതാ തുറക്കാൻ പോണേ. നല്ല പരിപാടി. നല്ല വെന്ത് നല്ല സ്മൂത്ത് ആയി. ഇതാ ഞണ്ടൊക്കെ നല്ല നല്ല പാകത്തിനൊക്കെ ഉണ്ടാ. ഇതാ നല്ല പാകത്തിനൊക്കെയാണ്. അപ്പം നല്ല ഉഷാറാണ്. ഒരു ടേസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ ഞണ്ട് കറി ഇട്ടാ. അടിപൊളി നല്ല ഞണ്ട് കിട്ടി അങ്ങാടി പോയപ്പോൾ. അപ്പോൾ നല്ല ഞണ്ടാണ്. അപ്പോൾ കുറച്ച് വാങ്ങി. അപ്പോൾ ഇവക്ക് ഞണ്ട് ഭയങ്കര കാര്യമാണ്. ഈ ഒരു സാധനം അപ്പം ഞാൻ ഭയങ്കര ഫേവറേറ്റ് ആയ ഒരു സാധനമാണ്. ഞണ്ട് മീനിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടം എനിക്ക് ഞണ്ടാണ്. നല്ല പോലെ വൃത്തിയാക്കണം. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഞണ്ടാണ്. ഞണ്ടുകളാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ കാടുകളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക. പൊന്നുള്ള ഞണ്ടാണെങ്കിൽ അത് പെണ്ണാണെന്നാണ്. പൊന്നില്ലാത്ത ഞണ്ടാണെങ്കിൽ കാലുകളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് വലിയ കാലാണ്. ഇതും നമ്മൾ ഉപയോഗിക്കും കറിയിൽ. ഇത് വലിയ സൈസുള്ള ഞണ്ടിന്റെ കാലാണ്. ഇതൊക്കെ ഇതിൻ്റെ പുറമെയുള്ള ഇതൊക്കെ അങ്ങോട്ട് ഈ അഴുക്കുകളൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കിയതിന് ശേഷം ഇത് പൊന്നുള്ള ഞണ്ടാണ്, അത് പെണ്ണ ഞണ്ടാണ്. കുഞ്ഞൂസിൻ്റെ കളർഫുള്ളാണ്. ബ്ലാക്കും പിന്നെ ഏതാ ഇതിൻ്റെ കാലൊക്കെ ഈ വലിയ കാലം നമ്മൾ കാലിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ നല്ല ഇറച്ചിയുള്ളതാണ്. ദശയുണ്ട്. അപ്പം ഈ ഞണ്ടിൻ്റെ ആ വലിയ കാലുകൾ ഉപയോഗിക്കും. ചെറുതൊക്കെ ഒഴിവാക്കും. ചെറുത് ഞാനൊക്കെ ചെറുതായ സമയത്ത് ഇതൊക്കെ വറുത്ത് കഴിക്കായിരുന്നിട്ടാ. ഈ ചെറിയ കാലുകളൊക്കെ വറുത്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ്. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പുറത്ത് കളയില്ലായിരുന്നു. ഇപ്പോൾ അടർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ? ഇത് എന്നിട്ട് ഈ പുറമേ ഉള്ളതൊക്കെ അങ്ങ് എടുത്ത് കളയും. അതിൽ പൊന്നുണ്ടോ? അതിൽ കുറേശ്ശെ പൊന്നുണ്ട്. എവിടെ? അപ്പോൾ നമ്മൾ ഞണ്ട് കറി ഇതാ തുറക്കാൻ പോണേ. നല്ല പരിപാടി. നല്ല വെന്ത് നല്ല സ്മൂത്ത് ആയി. ഇതാ ഞണ്ടൊക്കെ നല്ല നല്ല പാകത്തിനൊക്കെ ഉണ്ടാ. ഇതാ നല്ല പാകത്തിനൊക്കെയാണ്. അപ്പം നല്ല ഉഷാറാണ്. ഒരു ടേസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്.